Good morning, ma'am. Hello, good morning. Sound ഉണ്ടായില്ല. So, good morning. Good morning, ma'am. Good morning, ma'am. ഞാൻ വിചാരിച്ച എന്നെ കണ്ടതുകൊണ്ടായിരിക്കും ഗുഡ് മോർണിംഗ് പറയാത്തെ. Good morning, ma'am. മിസ് അടുത്ത അവർ കയറും കേട്ടോ. രമ്യ മിസ് അടുത്ത അവർ കയറും. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. സോ ഫസ്റ്റ് ഞാൻ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് പിള്ളേരുണ്ടല്ല. എവിടെ പോയി എല്ലാവരും? മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയായതുകൊണ്ടാണോ ആരെയും കാണാത്ത? മഴയുണ്ട് മാം, ഇന്നലെ മുതൽ തുടങ്ങിയിട്ടാണ്. ഇവിടെയൊക്കെ മഴയുണ്ട്. എനിക്ക് തോന്നുന്നത് മഴയായതുകൊണ്ട് എല്ലാവരും ഉറങ്ങാണോ? കുറച്ച് അധികം ആളുകളൊന്നും ഇല്ല. ഇവിടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് HMISന്റെ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഒരു കുറച്ച് ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ആണ്. ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം ഇന്നത്തെ ഹെൽത്ത് കെയർ ഇൻഫർമേഷനിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതെങ്ങനെയാ അങ്ങനെ മാറി? അങ്ങനെ പറയുന്നില്ല, നമുക്കറിയാം ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ടെക്നോളജി. പുതിയ ടെക്നോളജീസ് വരുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും അല്ലെ? അത് തന്നെ ഡെവലപ്മെന്റ്. ഇതിങ്ങനെ കുറെ ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇത് മുഴുവനും നമുക്ക് തന്നെ അറിയാം എന്തുകൊണ്ട് അങ്ങനെ മാറ്റങ്ങൾ വന്നു എന്ന് അല്ലെ? വളരെ പണ്ടാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഈ പറയുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് ഇങ്ങനെ റെക്കോർഡ് ബുക്കുകളായിട്ട് ഫയലുകളിൽ ഇങ്ങനെ പേപ്പറൊക്കെ ഇങ്ങനെ എന്താ പറയാ പിൻ ചെയ്ത് അല്ലെ? ഇങ്ങനെയുള്ള ഡാറ്റാസ് മുഴുവൻ കളക്ട് ചെയ്ത് ഓരോ പ്രത്യേകം ഫയലുകളായിട്ട് ഇങ്ങനെ എന്താ പറയാ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇത് പിന്നീട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരതിനെ എന്താ പറയാ ഓരോ അക്കൗണ്ടുകൾ, അതായത് ഓരോ ഗ്രൂപ്പ് സെക്ഷൻസ് ആയിട്ട് അതിന് കോഡ് നമ്പറുകളൊക്കെ കൊടുത്ത് നമ്പറിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിപ്ലോമയിൽ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അതൊക്കെ അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചത്. കുറച്ചുകൂടി പഴയ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് ഇപ്പൊ നമ്മളും ഹോസ്പിറ്റൽസിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ പോയിരിക്കുമ്പോ കുറച്ച് അധികം നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികളോട് ചിലപ്പോ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് അതിനെ കുറിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നോ അവര്? കാരണം എന്താ, അവരോട് അങ്ങനെ പറയുമ്പോ അവർക്കത് ചിലപ്പോ പെട്ടെന്ന് ഡൈജസ്റ്റബിൾ ആവില്ല. ബിക്കോസ് അവര് കണ്ടിരിക്കുന്ന ഒരു യുഗം എന്ന് പറയുന്നത് മൊത്തം ഈ പറയുന്ന ഇത്തരം ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ച് എല്ലാ ജോലികളും, ഏത് ജോലി ആയിക്കോട്ടെ, ഏത് മേഖലകളിലുള്ള ജോലികളായിക്കോട്ടെ, ഇതെല്ലാം കുറെ സിംപ്ലിഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള എന്താ പറയാ വർക്കുകളായിട്ടാണ് അവർ കണ്ടേക്കുന്നത് അല്ലെ? ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ ഒരു 2010 ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ 2000-ലും ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച്, അതാ പറയുന്നത് ഡ്രമാറ്റിക്കൽ ചേഞ്ച് ഇൻ ടെക്നോളജിയാണ്. ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നാടകീയമായി നമുക്ക് അങ്ങനെ ആയിരുന്നോ എന്ന് പലപ്പോഴും തോന്നും. പണ്ടൊക്കെ നമ്മളും ഉപയോഗിച്ചത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില രീതികളിൽ ഒത്തിരി ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്നപ്പോ നമ്മളും പിന്നെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ പോകുമ്പോ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പണ്ട് എന്ന് ചിന്തിച്ച് എടുക്കാൻ നമുക്കും കുറച്ച് ഡിഫിക്കൽട്ടി അല്ലെ? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ എന്തായിരിക്കും ഇപ്പൊ 1960s തുടങ്ങി നമ്മളുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കാൽക്കുലേറ്റേഴ്സിന്റെ ഫോമില് അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമായിട്ടാണ് ഇന്ന് എന്താ പറയുക ഒരു 6th ജനറേഷനിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച എന്താ പറയാ അങ്ങനെ ഒരു ഡിവൈസിന്, അങ്ങനെ ഒരു ടെക്നോളജിയിലേക്ക് എത്തിച്ച അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു മിനിയേച്ചർ ഫോമിലേക്ക് ഉണ്ടാക്കി രൂപം കൊടുത്ത വ്യക്തികളുണ്ട് അല്ലെ? അതിന്റെ കണ്ടുപിടുത്തം നടത്തിയ ആളുകൾ. അവരുടെ ബ്രെയിൻ എത്രത്തോളം വർക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഡിവൈസ് അവര് ഫോം ചെയ്തത്. ഒത്തിരി കഷ്ടപ്പാടും അവരുടെ ഐഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് അവിടെ നിന്നാണ് തുടക്കം.
ആ തുടക്കം, അങ്ങനെ ഒരു ഉത്ഭവം ആ ഒരു ഫോർമേഷന് വേണ്ടിയിട്ട് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഫോം ആയിട്ടുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ രൂപത്തിലുള്ള മൊബൈൽ ഫോണുകൾ അടക്കം അല്ലെ. ഇന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിലും ചെയ്യാം അല്ലെ. പണ്ട് കമ്പ്യൂട്ടർ തന്നെ വേണമായിരുന്നു അത് ചെയ്യാൻ. പക്ഷെ നമുക്ക് നമ്മളുടെ കൺവീനിയൻസിന് നമ്മൾക്ക് പോകുന്നിടത്തൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഡിവൈസിലേക്ക് ഇന്ന് എന്താ പറയാ ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലേക്ക് മാറി കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ഹാൻഡിൽ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് നമ്മളുടെ ട്രാവലിംഗിൽ ഒക്കെ നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് നടക്കാവുന്ന ഒരു സ്ഥിതിയായി. അപ്പൊ ഇൻഫോർമേഷൻ സിസ്റ്റം ഓൾസോ ഹാസ് സം ഡ്രമാറ്റിക് ചേഞ്ച്. അങ്ങനെയുള്ള ആ ഒരു ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ നിന്ന് ഇന്നത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഈ കമ്പ്യൂട്ടറിൽ കുഞ്ഞു കുഞ്ഞു ഫയലുകളിൽ നമ്മളുടെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ലോട്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ്. കാരണം കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്രയും എന്താ പറയാ ഈ ഒരു ചെറിയ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സാധനം വെക്കാനുള്ള സ്പേസ് മാത്രം മതി. അതേസമയം പണ്ടത്തെ രീതിയിൽ അങ്ങനെയായിരുന്നു. ഓരോ റാക്കുകളായിട്ട് തിരിച്ച് ഇതിനകത്ത് മുഴുവൻ ഇങ്ങനെ ഫയലുകൾ, കോഡ് നമ്പർ 1 to 100 വരെ ഈ സെക്ഷനിൽ ഈ റാക്കില്, അടുത്തത് 201 തുടങ്ങി 300 വരെ ഈ റാക്കില്, അങ്ങനെ നമ്മൾ അതായത് നമ്പർ ഓരോ പേഷ്യൻസിന് കൊടുത്തിരിക്കുന്ന നമ്പർ അടക്കം നമ്മളും ആ നമ്പറിൽ ഇങ്ങനെ റാക്കുകളിലായിട്ട് അവരുടെ ഓരോരുത്തരുടെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്തിരുന്നു, സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. അത് അന്നത്തെ കാലം. അപ്പൊ അതിന് ഒത്തിരി സ്പേസ് നമുക്കറിയാം. അതിന് ഫർണിഷിങ് ചെയ്യണം, അതിനകത്ത് അത് സേവ് ചെയ്ത് വെക്കണം, അത് നമ്മൾ മാനുവലി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കണം, തെറ്റുകൾ വെക്കാൻ പാടില്ല അല്ലെ. അതും നമ്മളുടെ ആ ഫയലുകളും അത് ഓൾസോ അതിന്റെ റെക്കോർഡ് ബുക്കുകൾ ഉണ്ടെങ്കിൽ അതിനകത്തേക്കുള്ള ആ ഒരു ഇൻഫോർമേഷൻസ് രണ്ട് സെയിം ആക്കണം അല്ലെ. അതിനകത്ത് ഡിഫറൻസ് വരാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടം അന്നായിരുന്നു അല്ലെ. പക്ഷെ ഇന്ന് അതൊന്നും ഇല്ല. ഇതെല്ലാം ഈ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. ഇതെല്ലാം നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ്, അതായത് നമ്മുടെ ഇൻഫോർമേഷൻ സിസ്റ്റം IT ഉപയോഗിച്ച് ഓൾ ദീസ് വർക്ക്സ് ആർ ഓൾസോ സിംപ്ലിഫൈഡ്. അവിടെ ഒരുപാട് ലഘൂകരിക്കാനും അതുപോലെ തന്നെ എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനുമുള്ള ഒരു സ്പേസ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വന്നു എന്നാണ് ഈ പറയുന്നത്. 1960s മുതൽ 1960 മുതൽ ടുഡേ മീൻസ് നൗ കറന്റ് ടൈം ആണ് നമ്മുടെ നമ്മൾ ഈ സമയം വരെയുള്ള ചേഞ്ചസ്. അന്നത്തെ കാലത്ത് ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ടായിക്കോട്ടെ, എല്ലാം ഈ എന്താ പറയാ എഴുത്തുകുത്തുകള്, രേഖകള്, ഇതൊക്കെയായിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. നൗ ഇറ്റ് ഈസ് കോമൺ. ഇന്ന് അതിന് പകരം ഇന്ന് ആ കോമൺ ഫെസിലിറ്റീസ് ഒക്കെ നമ്മളുടെ ഇൻഫോർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് വി ആർ ഹാൻഡ്ലിംഗ് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഭരണപരമായ കാര്യങ്ങൾ അത് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. സാമ്പത്തിക ഇടപാടുകൾ അല്ലെ, പൈസ നമ്മുടെ കയ്യിലേക്ക് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് വരുന്നത്, ആൻഡ് നമ്മളത് യൂസ് ചെയ്ത് ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഓരോ എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, മെഡിസിൻസ് വാങ്ങിക്കാൻ വേണ്ടി, ഓൾസോ വി മേക്ക് ട്രാൻസാക്ഷൻസ് വിത്ത് ഫിനാൻസ്. ഈ ഫിനാൻസ് ഉപയോഗിച്ചിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ അന്ന് കൈവച്ച് ആളുകൾ ചെയ്തിരുന്ന ആ ഡാറ്റ സെയിം പ്രോസസ്സിംഗ് ഈസ് ഡൺ ത്രൂ ഇൻഫോർമേഷൻ ടെക്നോളജി. അത് നമ്മുടെ ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് അത് മാറ്റം വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ ഏത് കൊച്ചിനോട് ചോദിച്ചാലും പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ കുട്ടികളോടൊക്കെ ഒക്കെ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ അവര് ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. ഇതിങ്ങനെ ചെയ്താൽ പോരെ, നമുക്ക് എന്തിനാ ഇങ്ങനെ അല്ലെ. അവര് നമ്മളോട് നമ്മളാരാണോ കൂടുതൽ കുട്ടികളായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ, ഞാൻ അതുകൊണ്ടാണ് ബാക്കിയെന്ന് ഉദ്ദേശിച്ചത്. ചിലടത്ത് അങ്ങനെയും പാരന്റ്സില് നമ്മുടെ എന്താ പറയാ അച്ഛന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അവര് പറയും ഇങ്ങനെ ചെയ്താൽ പോരെ. അവര് ഈസി ആയിട്ട് നമുക്ക് അവിടെ ടൈം വളരെ കുറച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ പഠിക്കാൻ തന്നെ പറയുമ്പോ പണ്ട് നമ്മളെങ്ങനെ പഠിച്ചു, പുസ്തകം എടുത്ത് വെച്ച് പുസ്തക പുഴുക്കളെ പോലെ കാൽപ്പൊടി വൈകുന്നേരം വരെ അല്ലെ. അന്നും നമുക്ക് വേറെ മറ്റു ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല ചെയ്യാൻ അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുസ്തകങ്ങൾ വായിക്കില്ല അല്ലെ. കുട്ടികളോട് ഞാൻ ഇപ്പോഴും നൂടി പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. പണ്ടൊക്കെ ബാലരമ, ബാലമംഗളം അല്ലെ, അതുപോലെയുള്ള കോമിക് ആയിട്ടുള്ള കുറെ പുസ്തകങ്ങൾ, കോമഡി ഒക്കെ ഉള്ള അല്ലെ, ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളത് വായിക്കുന്നതോടുകൂടി നമുക്ക് എന്റർടൈൻമെന്റ് മാത്രമല്ല തരാം, നമുക്ക് തന്നെ വായിക്കാനുള്ള, അക്ഷരങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതും കൂടി നമ്മൾക്കുണ്ട്.
കുട്ടികളോട് പറയുന്ന കാര്യമാണ്. ഇന്ന് വല്ല 4ാം ക്ലാസ്സിലൊക്കെ വരെ പഠിച്ച് നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു പേജ് എടുത്തിട്ട് അവർക്കൊന്ന് കൊടുക്കുക. അവർ നല്ല ഭംഗിയായിട്ട് വായിക്കും. ഇന്ന് 10ാം ക്ലാസ്സിലേക്ക് കുട്ടികളോട് ഒന്ന് വായിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഇത് കേട്ടിട്ടേ തലം മരവിച്ചോ ഒന്നില്ലെങ്കിൽ അവര് അത് കൃത്യമായിട്ട് വായിക്കില്ല, അല്ലെങ്കിൽ വായിക്കുന്നത് ഒട്ടത്തെറ്റായിരിക്കും. അവർക്ക് എന്താ പറയാ ചില വേർഡ്സ് ഒക്കെ കണക്ട് ചെയ്ത് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായിപ്പിക്കുമ്പോ കേൾക്കുന്ന ചില കാര്യങ്ങളാണ്. മനസ്സിലായ? ഞാൻ ഈ ഏറ്റവും ചെറുത് മുതൽ നിങ്ങളുടെ എത്രയും വലിയ ആളുകളെയൊക്കെ ഡീൽ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം 5th തുടങ്ങിയുള്ള കുട്ടികള് നിങ്ങൾ എത്രത്തോളം ഓരോരുത്തരുണ്ടെന്ന് അറിയാലോ. അവരുടെ വരെയുള്ള കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. എല്ലാവരും ഉണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉള്ള ആളുകളുമായിട്ട് എന്താ പറയാ പഠിപ്പിക്കലും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാ ഏജിലെ ആളുകളുടെയും എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അവരുമായിട്ട് എപ്പോഴും അടുത്തിരിക്കുന്നവർക്ക് കുട്ടികളാകുമ്പോൾ കുട്ടികളുടെ ഒപ്പം നിൽക്കും അവരുടേതായ രീതിയിൽ. കുറച്ചുകൂടി ഇതായി കഴിയുമ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കും. കാരണം അവരുടെ ഏജ് ഗ്രൂപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ടീച്ചേഴ്സ് പല പല കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള വലിയ ഒരു എനിക്ക് തോന്നുന്ന വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. കാരണം ഏത് ഏജ് ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്കതിനുള്ള എന്താ പറയാ നമുക്കതിനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് ഈശ്വരന് വഴിയായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതെനിക്ക് ഏറ്റവും ഞാൻ എന്താ പറയാ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി കൂടിയാണ്. വളരെ ഇഷ്ടത്തോടെ കൂടെ ചെയ്യുന്നതാണ്. ചില ആളുകൾക്ക് ചെയ്തിരുന്നെങ്കിൽ ഗവൺമെന്റ് സർവീസ് ജോലിക്ക് പോകാൻ പറ്റില്ലേ. നമ്മൾ അങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് നമുക്ക് ആ ഒരു വിഭാഗം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി അതുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഞാനത് മനസ്സിലാക്കി പഠിച്ചെടുക്കണം. സോ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അറിവുകൾ നേടാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു പ്ലസ് എനിക്ക് കിട്ടിയ ഒരു ഇത്. കാരണം ഞാൻ അത് മനസ്സിലാക്കി എടുക്കും. അത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ ഏത് ഗ്രൂപ്പിൽ പെട്ടവരായിക്കോട്ടെ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ഹാൻഡിൽ ചെയ്യും. അതാണ് ഒരു ഇത്. അപ്പൊ അന്ന് ഈ കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഇത് ഇത്രയും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ബിക്കോസ് അവർക്ക് സമയം എന്താ പറയാ സമയത്തിന് അവർക്ക് ഏറ്റവും കുറവ്. പഠിക്കാൻ പറയുമ്പോൾ 10 മിനിറ്റ് ബുക്ക് മറക്കുന്നു. പഠിത്തം കഴിഞ്ഞു. ഇന്ന് തിരക്കുണ്ടായിരുന്നു. ടീച്ചർ തിരക്കെ പഠിപ്പിച്ചുള്ളൂ. 8 പീരിയഡ്സ് ഒരു ക്ലാസ്സിലുണ്ട്. 8 പീരിയഡ്സ് ആയിട്ടാണ് ക്ലാസ്സിൽ ചെയ്യുന്നത്. പക്ഷെ പഠിക്കാൻ പറഞ്ഞ അവരോട് പുസ്തകം അരമണിക്കൂറിൽ കൂടുതൽ അതിരിക്കില്ല. ഇത്രയൊക്കെയാണ് എല്ലാ വിഷയവും നോക്കി എല്ലാം പഠിച്ചു. കാരണം ടീച്ചർ പഠിപ്പിച്ചു. അതാണ്. കാരണം അവർക്ക് കുറച്ച് സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൂ. അവർക്ക് പറ്റുള്ളൂ. പക്ഷെ നമ്മളന്നൊക്കെ എങ്ങനെ ഈ പറയുന്ന ബുക്കുകൾ പഠിക്കുന്നു, അതിന്റെ സ്വന്തമായിട്ട് നമ്മൾ നോട്ട് തയ്യാറാക്കുന്നു, കാണാതെ പഠിക്കുന്നു, ടീച്ചേഴ്സ് ആണെങ്കിൽ ലോഡ് ചോദ്യങ്ങൾ തരുന്നു, അതിന്റെ ആൻസേഴ്സ് നമ്മൾ തന്നെ നോട്ട് ടെക്സ്റ്റിൽ നോക്കി കണ്ടെത്തുന്നു. ഈ പരിപാടികളെ ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തില്ല, അക്ഷരം കറക്റ്റ് ആയിട്ട് അറിയില്ല, എഴുതാനത്ര പോട്ടെ വായിക്കാൻ തന്നെ അറിയില്ല, ആ രീതിയിലേക്ക്. അപ്പൊ സോ ചേഞ്ചസ് ഹാവ് ബീൻ ഒക്കേർഡ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ്. ഏത് മേഖലകളിലും നമുക്ക് നോക്കിയാലും അവിടേക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ചേഞ്ചസ് ഓൾസോ അഫക്റ്റഡ് ദ ഇൻഫോർമേഷൻ സിസ്റ്റം. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളിലും ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാ പറയാ. അപ്പൊ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. അത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കോമൺ പ്രൊസീജിയർ ആണ്. പക്ഷെ അത് ഇന്ന് IT മുഖേനയാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, ഇതിന്റെ ഞാൻ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് പോലെ എഴുതി തരുന്നതായിരിക്കും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നല്ലത്. അല്ലാതെ ഇത് മുഴുവൻ ഇങ്ങനെ വലിച്ചു വാരി നമ്മൾ പഠിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥം എനിക്ക് തോന്നുന്നില്ല. ലാസ്റ്റ് പാർട്ടൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററിന്റെ ഒരു ബിഗിനിങ്ങിലായിരിക്കും ഇങ്ങനത്തെ കുറെ വലിച്ചു വാരി എഴുതാം. പക്ഷെ ഇത് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ ആണ് നമുക്കിത് തന്നിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അന്ന് ഈ പറയുന്ന ഡാറ്റ പ്രോസസ്സിംഗ് ഓൾസോ ബീൻ ഡൺ ബൈ ദ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അതായത് പണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള മെയിൻ ഫ്രെയിം ആയിട്ടുള്ള കുറെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പക്ഷെ അന്നൊക്കെ പണ്ടൊക്കെ ഇത് കൈകാര്യം ചെയ്യാൻ ആ തുടക്ക കാലഘട്ടത്തിൽ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെയുള്ള മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ ഇല്ലേ, അതൊക്കെ എന്താ പറയാ അന്നൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ജോലികളൊക്കെ ചെയ്യാനായിട്ട് എല്ലാ ഓർഗനൈസേഷനും ഇപ്പൊ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽസിനും ചിലപ്പോൾ അത് അഫോർഡബിൾ ആയിരുന്നില്ല. അപ്പൊ എന്താണ്, അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആ ഒരു സിസ്റ്റം ആരംഭിച്ചപ്പോ ഈ ഒരു സിസ്റ്റം എന്താ പറയാ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിവുള്ള വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. അവര് എന്ത് ചെയ്തിരുന്നു, സ്മോൾ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസിനെ അല്ലെങ്കിൽ സ്മോൾ ഓർഗനൈസേഷൻസിനെ ദേ അസിസ്റ്റഡ് ഓർ ഹെൽപ്ഡ് ദം. അവരുടെ സിസ്റ്റം ഷെയർ ചെയ്യാനായിട്ട് അവര് എന്താ പറയാ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ
നമ്മളുടെ സിസ്റ്റത്തില് ഉള്ള കാര്യങ്ങൾ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം ചിലപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അല്ലാതെ എല്ലാ ഹോസ്പിറ്റൽസിലും they cannot afford such computers. അത്തരം കമ്പ്യൂട്ടർ സിസ്റ്റം IT ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് എടുക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് സേവ് ചെയ്യാം, അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തിരുന്നു, അവർ ഷെയർ ചെയ്തിരുന്നു. ആ സിസ്റ്റം ഒക്കെ ഷെയർ ചെയ്താണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് അതിന്റെ ഇടയിൽ കുറെ വെൻഡർ ഹോസ്പിറ്റൽസ് കയറി എന്നാ പറയുന്നത്. വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ, വിൽപ്പനക്കാരാണ് വെൻഡേഴ്സ് പറഞ്ഞത്. ഇവിടെ എന്താ ഈ വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റം അവര് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മറ്റുള്ള ഈ പറയുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവര് കൊടുത്തിരുന്നു. പക്ഷെ അതിന് അവരത് ചാർജ് ചെയ്തിരുന്നു ഒരു ഫീസ്. ഏതെങ്കിലും പർട്ടിക്കുലർ ഹോസ്പിറ്റൽസിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുമ്പോൾ അവരുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ടൈം, അതിന്റെ സ്റ്റോറേജ് ഒക്കെ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ ചാർജ് സം ഫീസ്. അതിനുവേണ്ടി അവര് കുറച്ച് ഫീസ് ചാർജ് ചെയ്തിരുന്നു അങ്ങനെയുള്ള റിപ്പോർട്ട്സ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഏത് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെന്നാലും വി ക്യാൻ സീ 1 or 2 കമ്പ്യൂട്ടേഴ്സ്. അവിടെ നമുക്ക് എന്ത് കാണാം, ഒരുപാട് കമ്പ്യൂട്ടേഴ്സ്, 1 or 2 കമ്പ്യൂട്ടേഴ്സ് ഒക്കെ നമുക്ക് അവിടെ ഓരോ സ്റ്റാഫുകൾ ഇരുന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം അല്ലെ. പിന്നീട് അതിനുശേഷം വീണ്ടും മിനി കമ്പ്യൂട്ടേഴ്സ് അല്ലെ, അതായത് മിനി കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് വീണ്ടും അതിന്റെ ഇവല്യൂഷൻ എങ്ങോട്ടേക്ക് മാറി മിനി കമ്പ്യൂട്ടേഴ്സ്. ഇപ്പൊ ചെറിയ കമ്പ്യൂട്ടറിന്റെ മിനിയേച്ചർ ഫോം, കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഇന്നത്തെ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനിങ് ഉള്ളതല്ല. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ ഡീലിങ്സ് ചെയ്യാം അല്ലെ, സോങ് പാട്ട് കേൾക്കാം, നമുക്ക് പല കാര്യങ്ങളും നമ്മളുടേതായ രീതിയിൽ നമുക്ക് നമ്മളുടെ രീതിക്ക് ഇതിനെ ആക്കാം അല്ലെ. നമുക്ക് ഡ്രോ ചെയ്യാം അല്ലെ, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ പേറോള് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തയ്യാറാക്കാം. ഏത് രീതിയിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ നോക്കിയേ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ പോകുകയാണ്, അവിടുത്തെ കമ്പ്യൂട്ടർ അവര് കൂടുതലും അവിടുത്തെ ആ ഡ്രസ് മെറ്റീരിയൽസിന്റെ ഒക്കെ വില അല്ലെ, പ്രൈസ് അക്കോർഡിംഗ് ടു ദ കോഡ്. ഒരു കോഡ് ഉണ്ടായിരിക്കും ഓരോ ഡ്രസ് മെറ്റീരിയൽസിന്. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡ്രസ് അതിന്റെ കോഡ്, അതിന്റെ തന്നെ കുറെ കളർ വേരിയേഷൻസിലുള്ളത് ഉണ്ടാവുമല്ലോ. നമ്മളൊരു ഡ്രസ് എടുക്കാൻ ചിലപ്പോ ഇതിന്റെ വേറെ കളറില്ലെന്ന് ചോദിക്കില്ലേ, നമ്മൾ ചോദിക്കാറില്ല. സാരി ഒരെണ്ണപ്പെടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്, കുട്ടികളാണല്ലോ കൂടുതൽ, അതുകൊണ്ടാണ് സാരി പറഞ്ഞത് കേട്ടോ. അപ്പൊ ഒരു സാരി എടുത്ത് കാണിച്ചു. അപ്പൊ നമ്മൾ ചോദിക്കും, സാരിയുടെ മോഡലൊക്കെ ഇഷ്ടപ്പെട്ടു, സോ ദർ ഈസ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കും, ഇനി കളേഴ്സ് അവൈലബിൾ ആണോ, അടുത്ത കളേഴ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കും നമ്മൾ പറയും. അപ്പൊ ഇതിന് ഈ ഒരു സാരി മെറ്റീരിയലും ആ ഒരു മോഡലും ഒന്ന്, പക്ഷെ അതിന്റെ കളർ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ അതിനൊരു കോഡ് അല്ലെ, ഇപ്പൊ 003 അതാണ് ആ കോഡിന്റെ സാരിയുടെ കോഡ് എന്ന് വിചാരിക്കും. അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് വി ഹാവ് സം കോഡ്. ഈ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് കമ്പ്യൂട്ടറിൽ അവര് സേവ് ചെയ്ത് വെക്കും ഇന്ന സാരി. അപ്പൊ ആ കോഡ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്ന അതിന്റെ പ്രൈസ്. ആ 003 എന്ന് പറയുന്ന കോഡിലുള്ള ഒരു പർട്ടിക്കുലർ സാരിയുടെ വില 3000 ആണ്. അപ്പൊ അതിന്റെ കളർ മാറിയെന്ന് വെച്ചാൽ 3000 എന്നുള്ളത് മാറുന്നില്ല. ആ കോഡിലുള്ള ഏത് കളർ എടുത്താലും എന്താണ് ആ ഒരു വിലയാണ്. അങ്ങനെ ഓരോ ഐറ്റംസിനും ഓരോ മെറ്റീരിയൽസിനും ഒരു കോഡും അതിന്റെ പ്രൈസും ഉണ്ടായിരിക്കും അല്ലെ. അത് ടെക്സ്റ്റൈൽ ഷോപ്പുകാർ ചെയ്യുന്നു. അതേസമയം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന സ്ഥാപനങ്ങളാണെന്ന് വിചാരിക്കും. അവിടെയുള്ള റെക്കോർഡ്സ് ഇതിനെ കുറിച്ചിട്ടായിരിക്കും. അവിടെ പഠിക്കുന്ന ഓരോ കോഴ്സുകൾക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ പേര്, അവരുടെ അഡ്രസ് അല്ലെ, അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള പാരന്റ്സിന്റെ ഒക്കെ പേരുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ കുട്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അതേസമയം ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവിടെ വന്ന് പോകുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, അവിടെ സ്റ്റോർ ചെയ്യുന്ന മെഡിസിൻസിന്റെ റെക്കോർഡ്സ്, ഇതൊക്കെയായിരിക്കും അതിനകത്ത്. അപ്പൊ ഓരോ പർപ്പസ്ഫുള്ളി വി ഡിസൈൻ അവർ കമ്പ്യൂട്ടേഴ്സ്. ഓരോരുത്തരും അവരവരുടെ ഓർഗനൈസേഷനിൽ ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്യുക. പക്ഷെ ഇന്നാണ് ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. കുറച്ചുകൂടിയൊക്കെ ബാക്കിൽ പിന്നെ ഈ കമ്പ്യൂട്ടേഴ്സിനൊക്കെ ചിലപ്പോൾ ഒരൊറ്റ പർട്ടിക്കുലർ കാര്യം മാത്രമേ ആ കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളായിരുന്നു. ഇന്നത് മാറി കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റുകൾ ആയിട്ട് മാറി. കുറച്ചുകൂടി മിനി കമ്പ്യൂട്ടേഴ്സ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി സ്മോളറായി. ഈ വലിപ്പം എന്താ പറയുക, ഫങ്ഷൻസ് കൂടുതലുണ്ടെങ്കിലും വലിപ്പങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് കമ്പയർഡ് ടു നമ്മുടെ സ്മാർട്ട് ഫോൺസ്. നമ്മുടെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, ഐഫോൺസ് ഉണ്ട് അല്ലെ. കാണുമ്പോൾ ഇച്ചിരി ചെറുതാ ഐഫോൺ, പക്ഷെ ഫങ്ഷൻസ് കൂടുതലാണ്. അതനുസരിച്ച് അതിന് എന്തുണ്ട്, അതിൻ്റെതായ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ. ഫങ്ഷൻസ് കൂടുതലുള്ളത് എന്ത് പറ്റും, പെട്ടെന്ന് അതിന്റെ പവർ ചാർജ് ഇറങ്ങിപ്പോകും അല്ലെ. ചാർജ് പെട്ടെന്ന് ലൂസായി പോകും അല്ലെ. കമ്പയർഡ് ടു സ്മാർട്ട് ഫോൺ, മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് പെട്ടെന്ന് ചാർജ് ചെയ്യേണ്ടി വരും.
അല്ലെ? ഫങ്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്, പക്ഷെ നമുക്കറിയാം അതിൻ്റെതായ പോരായ്മകളുണ്ട്. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും അപ്പൊ അതുപോലെ ഓരോ സിസ്റ്റം അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ക്ലിനിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ലബോറട്ടറീസിൽ, അതുപോലെ തന്നെ ഫാർമസിയിൽ, റേഡിയോളജിയിൽ, എനി ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇന്ന് ഒരു കോമൺ സ്ഥാനം നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് ഇനി കമ്പ്യൂട്ടേഴ്സിലേക്കൊക്കെ ഇങ്ങനെ ചെറുതായി വന്നെങ്കിലും ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ കാണാം, ഈ പറയുന്ന കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് കാണാം. അപ്പൊ 1960കളിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മൾ 2025 എത്തി നിൽക്കുമ്പോൾ we can see a lot of changes in technology. Wherever the technology has advanced, ഏതൊക്കെ മേഖലകളിൽ ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ടുണ്ടോ, ഇന്ന് ഏതെങ്കിലും ഒരു ചെറിയ കടയിൽ പോയാലും നമുക്ക് കമ്പ്യൂട്ടേഴ്സ് കാണാൻ പറ്റും, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈ നോട്ട് ഈ ഹോസ്പിറ്റൽസിൽ ഇപ്പൊ ഇൻഫോർമേഷൻ സേവ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കണം, കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ് ഉപയോഗിക്കാം. കാരണം ഒരുപാട് ഫയലുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാം, അല്ലെ? എനി ടൈം വി ക്യാൻ ഓൾസോ റിട്രീവ് സച്ച് ഡാറ്റ. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് ഡാറ്റയും നമുക്ക് എളുപ്പം നമുക്ക് റിട്രീവ് ചെയ്തെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ, ഡിസിഷൻ എടുക്കാൻ, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാകാം, ഇതൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാം. സോ അതിനുവേണ്ടി നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെ? ഓരോ പേഷ്യൻസിന്റെ നമ്പർ തന്നെയായിരിക്കും ചിലപ്പോൾ പാസ്വേഡ് ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് വെച്ചിട്ട് they can also find any information, എന്ത് ഇൻഫോർമേഷൻസും എപ്പോ വേണമെങ്കിലും, whether it is legal or not. നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോ കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും ചില കാര്യങ്ങൾ കുത്തിപ്പൊക്കി വരിക, അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽസ് ആവുമ്പോ അങ്ങനെ. അതുകൊണ്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവിടെ നിന്ന് ആവശ്യമില്ലാതെ അതൊന്നും കളയാൻ പാടില്ല. ലീഗൽ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും അതുപോലെ തന്നെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസും എന്ത് ചെയ്യണം, അവിടെ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. അത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. എന്താ പറയാ, ഇതിപ്പോ കുറെ നാളായില്ലേ, ഇത്ര വർഷമായില്ലേ എന്നൊക്കെ വിചാരിച്ച് തള്ളിക്കളയാൻ പറ്റില്ല. എത്ര വർഷം, 19 വർഷം പഴക്കമുള്ള ചിലപ്പോ ചില കാര്യങ്ങൾ, ചില ഇഷ്യൂസ് ആയിരിക്കാം പിന്നീട് ആളുകൾ എന്ത് ചെയ്യാം, കുത്തിപ്പൊക്കിയൊക്കെ കൊണ്ടുവരാം. സോ ആ ഒരു കാര്യത്തെ സംബന്ധിക്കുന്ന അത്തരം ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യം. സോ അതിനൊക്കെ വളരെ എളുപ്പത്തിൽ, കാരണം ഈ മറ്റേ മാനുവലായി തയ്യാറാക്കുന്ന അത്തരം റെക്കോർഡ്സ് 19 വർഷം മുമ്പുള്ളത്, പിന്നെ ഈ 50 വർഷം മുമ്പുള്ളത്, ഒരു 10 വർഷം മുമ്പുള്ള എന്തെങ്കിലും നമ്മുടെ ഒരു ഡോക്യുമെന്റ് ചകഞ്ഞ് അല്ലെങ്കിൽ തിരക്കി നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ചെന്ന് നോക്കിയപ്പോൾ ഒരു 10 വർഷം മുമ്പുള്ളതല്ലേ, അതൊന്നും ഇപ്പൊ ഇവിടെ കാണില്ല എന്നൊക്കെ അവർ പറയും, അല്ലെ? പക്ഷെ അങ്ങനെയുള്ള ചില ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ബിക്കോസ് ഓൾ ദീസ് ഡാറ്റാസ് ആർ സേവ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്, IT, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടെല്ലാം സേവ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വലിയ ഒരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷനിൽ. അതിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് എന്നിട്ട് ആൻസേഴ്സ് ഒന്ന് നാളെ വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി. ആൻസർ നിങ്ങൾ നാളെ ഉണ്ടാക്കിയിട്ട് വരിക. എന്തെങ്കിലും തെറ്റുകളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ മാത്രമേ ഇപ്പൊ തരുന്നുള്ളൂ, ബിക്കോസ് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഒന്ന് വേഗം എഴുതിക്കോ. ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ഹെഡിങ് ചെയ്ത് വെച്ചേക്ക്. ആൻസർ നിങ്ങൾ നാളെ വരുമ്പോ കണ്ടെത്തിയിട്ട് വരിക. സോ ദാറ്റ് എന്ത് ചെയ്യാം, നമുക്ക് നാളെ അതിന്റെ ആൻസേഴ്സ് ഒന്ന് പറയാം. ഈ അത്രേ ഉള്ളൂ. ഈ 2-3 പേജസ് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഫോർമേഷൻ സിസ്റ്റം അങ്ങനെയായിരുന്നു, അത് അഡ്വാൻസ്ഡ് ആയിരുന്ന എല്ലാ കമ്പ്യൂട്ടറിന്റെയും ഹോസ്പിറ്റൽസിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റുകാരും ഇന്നത് ഉപയോഗിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. The development and use of, first one, the development and use of healthcare information system, healthcare information system, the development and use of healthcare information system, has changed dramatically with the advances in dash, with the advances in dash. എഴുതാൻ പറ്റുന്നുണ്ടോ?
ഈ ഒരു സ്പീഡിൽ പറഞ്ഞാൽ എഴുതാൻ പറ്റുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ കൂട്ടണോ കുറയ്ക്കണോ? പറ്റുമല്ലോ, കുഴപ്പമില്ല. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. During 1960s to 70s, during during 1960s to 70s, 1960 മുതൽ 70 വരെ, 1960s to 70s, healthcare executives invested in dash which could automate automate billing process, comma facilitate facilitate accurate Medicare cost reporting. ബില്ലിംഗ് പ്രോസസ്സിന് വേണ്ടിയും അതുപോലെ മെഡിക്കെയറുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകളൊക്കെ അതിന്റെ റിപ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ സിസ്റ്റം അവർ ഉപയോഗിച്ചിരുന്നു 1960-70കളിലൊക്കെ. ഏതൊക്കെ കാര്യങ്ങൾക്കാണെന്നാണ് ചോദിച്ചത് കേട്ടോ. മെഡിക്കെയർ, അക്യുറേറ്റ് മെഡിക്കെയർ കോസ്റ്റ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഒന്നുകൂടി പറയൂ. ഒന്നുകൂടി പറയണം. ഓക്കെ, പറയാം. ഡ്യൂറിംഗ് 1960s to 70s, during 1960s to 70s, healthcare executives invested in dash. Invested in dash ആണ്, which could automate billing process and facilitate accurate Medicare cost reporting. Okay. அடுத்த question, third one. Dash has been developed in departments. Dash has been developed in departments. Dash has been developed in departments for their own administrative, their own administrative and financial applications. Dash has been developed in departments for their own administrative and financial applications. Clear ayo? Kittiyo question? Okay. Next one. Dash were
smaller and powerful. Dash were smaller and powerful than mainframe computers. Mainframe computersനേക്കാള് ചെറുതുമാണ് പക്ഷെ പവർഫുള്ളുമാണ്. ഏതായിരുന്നു അത് എന്നാണ് കേട്ടോ. ഉണ്ടല്ലോ അല്ലെ, കാണാൻ പറ്റുണ്ടല്ലോ. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Which are the departments that became a commonplace? Which are the departments that became commonplace of mini computers? Mini computersന്റെ സ്ഥാനം കൈയടക്കിയ ചില ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ മെൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് ആ ഒരു പേരുകൾ കുറച്ചെങ്കിലും നിങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. പക്ഷെ അവിടെ മെൻഷൻ ചെയ്ത് കുറച്ച് അതിന്റെ പേര് പറയുന്നത് ഇങ്ങനെ യൂസ് എനി ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റും ആകാട്ടോ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് നിങ്ങൾ പോയിരിക്കുന്ന ഹോസ്പിറ്റൽസിലൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ചെല്ലുന്ന ഏത് സ്ഥലത്തും കമ്പ്യൂട്ടർ ഉണ്ട്. ഈവൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് മുമ്പിൽ വരെ ഇന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലത്തൊക്കെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മുമ്പിൽ അവര് എന്ത് ചെയ്യുന്നു, അത് കമ്പ്യൂട്ടറിൽ തന്നെയാണ്. പ്രിസ്ക്രിപ്ഷനൊക്കെ ചിലപ്പോ എഴുതും, അത് കൂടാതെ അവരത് കമ്പ്യൂട്ടറിലും ആ കാര്യങ്ങളൊക്കെ എഴുതുന്നത്, എന്തൊക്കെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഷെയർഡ് ടു ദ ഫാർമസി ഡയറക്ട്ലി. എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് തന്നെ ഡോക്ടർക്ക് അത് ഫാർമസിയിലേക്ക് ആ പേഷ്യന്റിന്റെ കോഡ് പ്രകാരം എന്ത് ചെയ്യാം, അത് ഷെയർ ചെയ്ത് ഫാർമസിയിലേക്ക് കൊടുക്കുക. ഇത് ഇവിടുന്ന് ഈ എന്താ പറയാ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലതാണ് അല്ലെ. അപ്പൊ അത് സ്പീഡായിട്ട് അപ്പൊ തന്നെ ആ ഒരു ഇൻഫർമേഷൻ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുന്നു. സോ അത് ഫാർമസിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മളവിടെ വർക്ക് ചെന്ന് നിൽക്കുമ്പോൾ കമ്പ്യൂട്ടറിലേക്ക് അവർക്ക് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. പേഷ്യന്റിന്റെ നെയിമും ഏജും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് അടക്കം അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ അതിനകത്തുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ കമ്പ്യൂട്ടർ കാണാൻ പറ്റാത്തതുണ്ടോ? ഇന്ന് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യാണ് എല്ലാ കമ്പ്യൂട്ടേഴ്സും. അപ്പൊ അതിങ്ങനെ അഡ്വാൻസ് ആയിട്ട് അന്നൊക്കെ ആദ്യമായിട്ടൊക്കെ മിനി കമ്പ്യൂട്ടേഴ്സ് ഒക്കെ അന്നൊക്കെ ആദ്യമൊക്കെ വന്ന ഒരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ കോർ ഓഫ് ഹെൽത്ത് അല്ലെങ്കിൽ കെയർ ഓഫ് ഹെൽത്ത്. അതായത് ആ പേഷ്യന്റ് കെയർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോർ മീൻസ് ആ ഒരു കാര്യത്തിന് ഒരു പേഷ്യന്റിന് എന്ത് കെയറിംഗ് ഒക്കെയാണ് കൊടുക്കുന്നത്, അവിടെയൊക്കെ എന്താ പറയാ നമ്മളുടെ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ എന്താ പറയാ ആവശ്യകതയുണ്ട്, അതിന്റെ പ്രാധാന്യമുണ്ട് അല്ലെ. അതിന് ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. കാരണം പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കെയറിങ്ങുകളൊക്കെ കളക്ട് ചെയ്ത് അത് ഇലക്ട്രോണിക്കലി അവരത് പേഷ്യന്റിന്റെ ഡാറ്റ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് സപ്ലൈ ഇൻഫർമേഷൻസ് ടു നീഡ്സ്. അത് ആവശ്യക്കാർക്ക് ആർക്കൊക്കെയാണ് വേണ്ടത് അവർക്കത് സപ്ലൈ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദർ റിക്വസ്റ്റ്. അപ്പോ ഹോസ്പിറ്റലിന്റെ അവരുടെ റിക്വസ്റ്റ് പ്രകാരം, അതായത് ഇപ്പൊ ഡോക്ടർ പറയുകയാണ് ഇന്ന ആൾക്ക് ഈ ഒരു ഡാറ്റ ഹാൻഡ് ഓവർ ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങളുടെ എന്റെ രോഗത്തെ കുറിച്ചുള്ള ഡാറ്റ ഇന്ന ഡോക്ടർക്ക് മറ്റു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഡോക്ടർക്ക് അത് തരാനായിട്ട്, അങ്ങനെയുള്ള റിക്വസ്റ്റുകളൊക്കെ പ്രകാരം ഡാറ്റ ക്യാൻ ബി ഓൾസോ സപ്ലൈഡ്. അങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ഡാറ്റ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ കൊടുക്കാനായിട്ട്. അതാണ് അതിനെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി ആയിട്ട്, അതായത് കമ്പ്യൂട്ടറിലൂടെ നമുക്ക് ഇത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കോ വേരിയസ് പ്ലേസസിലേക്കോ റിക്വസ്റ്റ് ഓർ പെർമിഷൻ വേണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിക്വസ്റ്റ് പ്രകാരം നമുക്ക് ഷെയർ ചെയ്യാം എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. CPOE.
Okay. Oh, yes. Okay, but CPOE, computerized provider order area, the expanded form important ആണ്. ഒന്ന് എഴുതി വെച്ചേക്കാം. Expanded form of CPOE. CPOE യുടെ എന്താ പറയാ ഫുൾ ഫോം എക്സ്പാൻഡഡ് ഫോം ആണ്. ഇനി അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ പറയാം. ആൻഡ് ഡാഷ് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോ. ആൻഡ് ഡാഷ് ക്യാൻ ഇലക്ട്രോണിക്കലി, അതിനകത്ത് വരുന്ന ഒരു ചോദ്യമാണ്. ഒരു EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക്കലി കളക്ട് പേഷ്യന്റ് ഡാറ്റ, പേഷ്യന്റിന്റെ ഡാറ്റ കളക്ട് ചെയ്യാം, പേഷ്യന്റിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാം അല്ലെ. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ സപ്ലൈ ഇൻഫോർമേഷൻസ്, അത് ഇൻഫോർമേഷൻസ് മറ്റുള്ളവർക്ക് അവരുടെ റിക്വസ്റ്റ് പ്രകാരം, അവരുടെ പെർമിറ്റ് പ്രകാരം അല്ലെ, ക്ലിനീഷ്യൻസിന്റെ അതായത് ഡോക്ടേഴ്സിനൊക്കെ അനുവാദം അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് പ്രകാരം ഒക്കെ ഡയറക്ട്ലി അത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ്. അപ്പൊ ആൻഡ് ഡാഷ് can electronically collect and store patient data. നമുക്ക് അത്യാവശ്യമുള്ള സെന്റൻസുകൾ മാത്രമേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ കേട്ടാ. ബാക്കിയൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഈ പറയുന്ന റെക്കോർഡിംഗ് സിസ്റ്റത്തിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ജനറേഷനിൽ കൂടി തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. അതുകൊണ്ട് നമുക്കറിയാം ഇതൊക്കെ. ഇലക്ട്രോണിക്കലി കളക്ട് ആൻഡ് സ്റ്റോർ പേഷ്യന്റ് ഡാറ്റ, supply that informations to providers on request etc. on request etc. അത് മതി. അപ്പൊ ഇങ്ങനെയുള്ള ഡാറ്റാസ് നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ കോമൺ ഫീച്ചേഴ്സ്, അതുകൊണ്ടുള്ള പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ സവിശേഷത എന്താണ്? അത് ഇറ്റ് ഈസ് എ റിമൈൻഡർ ഓർ അലേർട്ട്. According to that, they can make some researches of the patient. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഈ പറയുന്ന ഡാറ്റ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് എന്താ നേട്ടം? ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടം ഇത് വെച്ചിട്ട് നോക്കി ക്ലിനിഷ്യൻസിന്, അതിന്റെ ഡോക്ടേഴ്സിനെ, പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യാം? ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് സ്റ്റഡീസ്, റിസർച്ചസ്, അവർക്ക് എന്താ പറയാ റിസർച്ച് നടത്താം. അതൊക്കെ അവരുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഡിസീസുമായിട്ട് വേറെ ഏതെങ്കിലും പേഷ്യൻസ് എപ്പോഴെങ്കിലും വരുമ്പോൾ they can make decisions according to the previous data. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? പല കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം അല്ലെ. ചിലപ്പോൾ റയറായിട്ട് വരുന്ന ചില രോഗങ്ങളായിരിക്കാം, അങ്ങനെ ഇങ്ങനെയൊന്നും വരുന്നതല്ല. അപ്പൊ കുറച്ച് കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ആ രോഗം വീണ്ടും മറ്റൊരാളിൽ നമ്മൾ കാണുന്നത്. സോ അന്നേരം നമ്മൾ എന്ത് ഇങ്ങനെ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുമോ? ചില കോമൺ ഡിസീസസ് ഒക്കെ ആകുമ്പോൾ ഇതിന്നതാണ്, സോ അതിന്റെ മരുന്നിൻ്റെതാണ്. സോ വി ഡോണ്ട് ഹാവ് ടു മേക്ക് എനി റിസർച്ച്. അതിന് നമ്മൾ പർട്ടിക്കുലർലി റിസർച്ച് ഒന്നും ഗവേഷണങ്ങളൊന്നും ഡോക്ടർമാർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ചില റെയർ ആയിട്ടുള്ള കേസസിലുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അത് ഏത് കാലഘട്ടത്തിലാണ്? ഇപ്പൊ ഈ കൊറോണ നമ്മൾ അനുഭവിച്ചു അല്ലെ. കുറച്ച് നാളുകളോ 2-3 മാസമൊക്കെ കംപ്ലീറ്റ്ലി ലോക്ക്ഡൌൺ ആയി. പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട് ഒരു 1.5 വർഷക്കാലത്തോളൊക്കെ നീണ്ടു നിന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മളുടെ അതിനെ ഫേസ് ചെയ്ത അതിന്റെ എന്താ പറയാ സർവൈവേഴ്സ് ആണ് നമ്മള്. ആ ഒരു കൊറോണയൊക്കെ സർവൈവ് ചെയ്ത് വന്നവരാണ് നമ്മള്. ചിലപ്പോ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞു, ആ ഒരു ഇത് അനുഭവിച്ച ഫേസ് ചെയ്ത ആളുകളുടെ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അതിന്റെ ഏറ്റവും ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അതിന്റെ ഓർമ്മ ഉണ്ടാവില്ല. ആ സമയം അത് ഓർമ്മയിലുള്ള ആളുകളുടെ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ഈ രോഗം പിന്നെ വരിക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ചു നോക്കുക. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? അത് അനുഭവിച്ച ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററിയൊക്കെ നമുക്ക് പലയിടത്തു നിന്നൊക്കെ സത്യത്തൊക്കെ കൊണ്ടുവരുമോ? ഇങ്ങനൊരു വർഷത്തില് ഇത് ഉണ്ടായിരുന്നു അല്ലെ, 2021 ഇത് ഉണ്ടായിരുന്നു. ഈ അന്ന് ആളുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ
ഒത്തിരി ആളുകൾ മരിച്ചു, ഭയങ്കര ഭീകരമായിരുന്നു ആ രോഗം സ്പ്രെഡ് ചെയ്തപ്പോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി അപ്പൊ അതിൽ നിന്ന് ചിലപ്പോൾ വേരിയേഷൻസ് ആയിട്ട് വന്നിരിക്കുന്ന രോഗമാണ് ഇത് എന്നൊക്കെ അവർക്ക് കൺക്ലൂഡ് ചെയ്യാനോ അന്നത്തെ കാലത്ത് അവർ അതിന് വേണ്ടി എടുത്ത പ്രിക്കോഷൻസ് എന്താണ്, വാട്ട് ഓൾ മെഡിസിൻസ് ഹാവ് ബീൻ പ്രൊവൈഡഡ്, അന്ന് എന്ത് മരുന്ന് കൊടുത്തു, എന്ത് പ്രിക്കോഷൻസ് എടുത്തു, എങ്ങനെയാണ് അവർ അതിനെ സർവൈവ് ചെയ്തവര്, അങ്ങനെ മരിക്കാതെയൊക്കെ ഉള്ളവരും ഉണ്ടായിരുന്നു, മരിച്ചവരും ഉണ്ടായിരുന്നു ഒരുപാട് പേര്, അതല്ലാത്തവർ എങ്ങനെ അതിനെ സർവൈവ് ചെയ്തു, അതിനൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് എന്ത് ഡ്രഗ് അതിന് ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ഓൾ തിങ്സ് ക്യാൻ ബി റിസർച്ച്ഡ് ആൻഡ് ഓൾസോ ഫൈൻഡ് ഔട്ട്, അവർക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ സഹായിക്കുന്നുണ്ട്, അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ നടത്തിയ കാര്യങ്ങളൊക്കെ അവിടെ സേവ് ചെയ്ത് വെച്ചാൽ ഇതൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ക്യാൻ യൂസ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ CPOE എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം നിങ്ങൾ എഴുതി വെച്ചല്ലോ, എക്സ്പാൻഡഡ് ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് ഡാഷ് സിസ്റ്റംസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡാഷ് സിസ്റ്റംസ് ഏത് സിസ്റ്റം ആണെന്ന്, ഏത് സിസ്റ്റമാ? CPOE, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. ഡാഷ് സിസ്റ്റംസ് ഓഫർ OFFER ഓഫർ ഡിസിഷൻ സപ്പോർട്ട് ഫീച്ചേഴ്സ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള അവരുടെ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ട ചില സവിശേഷതകൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസിഷൻ സപ്പോർട്ട് ഫീച്ചേഴ്സ്, decision support features to physicians and other providers. ഫിസിഷ്യൻസിനെ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്ന ബാക്കിയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവരെയും സഹായിക്കുന്നു. ടു സപ്പോർട്ട് ഫീച്ചേഴ്സ് ടു ഫിസിഷ്യൻസ് ആൻഡ് അതർ പ്രൊവൈഡേഴ്സ് at the point of ordering. അവരുടെ ഓർഡർ പ്രകാരം ഏത് വേണമെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ അവരുടെ തീരുമാനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ CPOE എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിക്കുന്നു, അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ആൻഡ് അതർ പ്രൊവൈഡേഴ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ഓർഡറിങ്. മനസ്സിലായില്ലേ? പോയിന്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ CPOE എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുന്നത് ക്ലിനീഷ്യൻസിനെ, ഫിസിഷ്യൻസിനെ, അതുപോലെ തന്നെ എന്താ പറയാ മറ്റ് പ്രൊവൈഡേഴ്സിനെയൊക്കെ അവരുടെ തീരുമാനങ്ങൾക്ക് ഡിസിഷന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഇൻഫർമേഷൻസ് സ്വീകരിക്കാം എന്നുള്ളതാണ് അവരുടെ ഓർഡർ പ്രകാരം, നിർദ്ദേശപ്രകാരം. ഓക്കെ, ഇനി ഇതുപോലുള്ള ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ മറ്റൊരു പ്രത്യേകത, ഇനി ഡ്രഗ്സ് ഹാവ് സം അലർജീസ് ഒക്കെ ഉള്ള ഡ്രഗുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പേഷ്യന്റിന് ഇന്ന ചില പേഷ്യൻസിന് ഇന്നതാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻസ് നമ്മളിങ്ങനെ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇന്ന ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഇത്തരം മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോ ചില രോഗങ്ങളുള്ള ചില മരുന്നുകൾ കഴിക്കുന്ന, ഉദാഹരണം നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പേ ഡോക്ടേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏതാണെന്ന് അറിയാം, ഒരു പ്രത്യേക ഏജൊക്കെ ആകുമ്പോഴാണ് ചോദിക്കുക. അവർ ചോദിക്കും എന്തെങ്കിലും കാര്യത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ടോ ചോദിക്കാറില്ലേ? നിങ്ങൾ ചോദിക്കാറുണ്ടോ? നമ്മളിവിടെയൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. കാരണം ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു 10-35 തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ 35 വേണ്ട, കുട്ടികളുടെ ശരിയായിട്ടുള്ള ഫുഡ് ഹാബിറ്റ് അല്ലാതെ അതുപോലെ റെഗുലർ ആയിട്ടുള്ള ഭക്ഷണ രീതി അല്ലെങ്കിൽ തോന്നിയ പോലെയുള്ള ഭക്ഷണ രീതിയൊക്കെ വരുന്നത് കൊണ്ട് ഒത്തിരി അസുഖങ്ങളൊക്കെ നേരത്തെ തന്നെ കുട്ടികളിലും തുടങ്ങി ബാധിക്കുന്നുണ്ട്. അതായത് ഒരു 10-12 വയസ്സുള്ള കുട്ടികൾ തുടങ്ങി ഷുഗറൊക്കെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും അല്ലെ? കാരണം എന്താ? അത് ഫുഡ് ഹാബിറ്റ് ശരിയാവാത്തത് കൊണ്ടാണ്. അത് കൺട്രോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് കഴിക്കുക, നേരത്തിന് കഴിക്കാതിരിക്കുക അല്ലെ, റെഗുലർ ആയിട്ട് കഴിക്കുക, അങ്ങനെ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് മാത്രം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക, അതിനോടുള്ള പ്രത്യേക ഇഷ്ടം കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫുഡിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ശരീരത്തിലേക്ക് എത്തുന്നുള്ളൂ. നമ്മൾ ഡിഫറെന്റ് കാറ്റഗറിയിൽപ്പെട്ട ഇപ്പൊ എന്താ പറയാ മീറ്റ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ലീഫി വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അല്ലാതെയുള്ളത് പിന്നെ നമ്മളുടെ എന്താ പറയാ പരിപ്പ്, പയറ്, അങ്ങനെയുള്ള ആ സെഷനിലുള്ളതായിക്കോട്ടെ, ഏത് ആണെങ്കിലും അത് എല്ലാം ഓരോ ഇത്ര ക്വാണ്ടിറ്റിയിലൊക്കെ വേണമെന്നൊക്കെ സയൻസ് ക്ലാസ്സിലൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, 6ാം ക്ലാസ്സിലൊക്കെ 6-7 കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒരു ഇത്ര എന്താ പറയാ വെയിറ്റ് ഉള്ള ആൾക്ക് ആളുകളുടെ ഏജിനനുസരിച്ച് ഇത്ര ഗ്രാംസ് ആണ് ഓരോ സാധനവും ചെല്ലേണ്ടത്. അപ്പൊ ആഴ്ചയിൽ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് പറയാൻ മാത്രം, അല്ലെങ്കിൽ പഠിക്കാൻ മാത്രമാണ് അതൊക്കെ
ചെയ്താൽ മാത്രം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെ കഴിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ഫുഡ്, ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന മെഡിസിൻസിനെ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ റെക്കോർഡിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊക്കെ അവർക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് പറയുന്നത്. അപ്പൊ ഒരു നിയമത്തിന്റെ കൂടെ മറ്റൊന്നും കമ്പൈൻ ചെയ്ത് പോകില്ല, കോമ്പിനേഷൻ ശരിയാവില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. EHR alert reminding the clinician that the patient is allergic to certain medication. കേട്ടോ, ഏതെങ്കിലും ചില മെഡിക്കേഷൻസിന് പേഷ്യൻസിന് അലർജി ഉണ്ടെന്ന് അവർക്ക് ഓർമ്മപ്പെടുത്തലാണ് EHR അല്ലെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ. അത് അവരെ ഓർമ്മപ്പെടുത്തും, ഇന്ന പേഷ്യന്റ് നിങ്ങളുടെ കാര്യം എന്തുണ്ട്. കാരണം അതവിടെ റെക്കോർഡിക്കലി വെച്ചേക്കാണ്. ഇപ്പൊ ഞാൻ എന്താ പറയാ, എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോ, എന്ത് കാര്യത്തിന് വേണ്ടി ചെന്നാലും ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കും എനിക്ക് പെൻസിലിൻ കണ്ടന്റുള്ള മെഡിസിൻ അലർജിയാണ്. കാരണം ആ ഒരു കണ്ടന്റുള്ള ചിലപ്പോ ചില നമ്മളുടെ ആന്റിബയോട്ടിക്സിനകത്തൊക്കെ അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അമോക്സിലിൻ പോലെയുള്ള ഇതിനകത്തൊക്കെ അപ്പൊ എന്ത് പറ്റും, അത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അലർജിയാണ്. അപ്പൊ അത് ഇടക്കാലത്ത് വരും. അത് ജനിച്ചപ്പോ തുടങ്ങിയുള്ള അലർജി അല്ല, നമ്മൾ ഡെയിലി വെച്ചിട്ട് വരുന്ന അലർജീസും ഉണ്ട്. ഓക്കെ, അപ്പൊ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും മരുന്ന് ഇപ്പൊ കഴിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന്റെയോ ഒക്കെ ഫലമായിരിക്കാം. മേ ബി നമുക്കറിയില്ല കൃത്യമായിട്ടൊന്നും, ജസ്റ്റ് പറഞ്ഞു മാത്രം. എന്തായാലും എനിക്ക് ഇടക്കാലത്ത് വെച്ചിട്ടാണ് അങ്ങനെ കുറെ നാളുകൾക്കൊക്കെ അധികം നാളുകളൊന്നും ആയിട്ടില്ല അങ്ങനെ അലർജിക് ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ളത് ഞാൻ ആദ്യമേ ചിലപ്പോൾ തന്നെ പറയും. സോ ഇറ്റ് വിൽ ബി റെക്കോർഡ് ഇൻ അവർ ഡാറ്റ, നമ്മളുടെ ഡാറ്റയിൽ അതാണ് റെക്കോർഡ് ചെയ്തിരിക്കും. സോ ഇറ്റ് വിൽ ബി റിമൈൻഡഡ്. ഞാനപ്പോ ഈ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ആ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനകത്ത് എന്തുണ്ട്, എനിക്ക് ഇന്ന പർട്ടിക്കുലർ മരുന്ന്, ചിലപ്പോൾ ആ രോഗവുമായി ബന്ധപ്പെട്ടല്ല, ഏതെങ്കിലും രോഗത്തിനായിരിക്കും ചെല്ലുക. അപ്പോഴും അവിടെ അവരെ റിമൈൻഡ് ചെയ്തിരിക്കും, ഇന്ന പേഷ്യന്റ്, ആ പേഷ്യന്റ് മുമ്പിലിരിക്കുന്ന പേഷ്യന്റ് ഇന്ന മെഡിസിന് അലർജിക് ആണ് എന്നുള്ള കാര്യം. ഓക്കെ, സോ ദാറ്റ് ടു മെഡിക്കേഷൻസ്, അങ്ങനെയുള്ള മെഡിക്കേഷൻസ് ചെറുതുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. ഓക്കെ, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് EHR. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇതാ. ഡാഷ് അലർട്ട് reminding the clinician that the patient is allergic to certain medication or two medications അല്ലെങ്കിൽ കൊടുക്കുന്ന മരുന്നുകൾ ഏതെങ്കിലും രണ്ട് മരുന്ന് കൊടുത്തു, പക്ഷെ ഈ രണ്ട് മരുന്ന് കൂടി ചേർന്ന ആൾക്ക് കഴിക്കുമ്പോൾ അലർജിക് ആകാം. ഏതെങ്കിലും ഒരു മരുന്നിന് അലർജി ആണെന്ന് കാണിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ എഴുതി ഇന്ന മരുന്ന് എഴുതി, പക്ഷെ ഈ രണ്ട് മരുന്ന് കൂടി ഒരാൾക്ക് ചിലപ്പോൾ കൊടുക്കുമ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അലർജി. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മീനിങ് മനസ്സിലായോ നിങ്ങൾക്ക്? Two medications should not be taken in combination. ഇന്ന മരുന്നിന്റെ കൂടെ ഇന്ന മരുന്ന് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പേഷ്യന്റിന് അത് അലർജി ആകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് മാത്രം എഴുതുമ്പോൾ അതവിടെ നമ്മൾ അലർജി ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല. പകരം അതിന്റെ വേറെ ഏതെങ്കിലും അത്രയും കണ്ടന്റ് ഇല്ലാത്ത വേറെ മരുന്ന് കൊടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താ സെന്റൻസ് പറയണോ? അതാണ് ഡാഷ് അലർട്ട് റിമൈൻഡിങ്. ആ സെന്റൻസ് തന്നെയാണ് ഞാൻ പറഞ്ഞേക്കണേ. അവിടെ കിടക്കുന്ന സെന്റൻസ് തന്നെയാണ്. ഡാഷ് അലർട്ട്, EHR അലർട്ട് ആണ്. And reminding the clinician that the patient is allergic to certain medication or two medications should not be taken in combination. Combination മതി, ആവശ്യമില്ല, ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ് EHR അലർട്ട്. ഓക്കെ, അവിടെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കരോളിന കൊടുത്തിരിക്കുന്ന ഒരു അലേർട്ടിന്റെ ഒരു എന്താ പറയാ ഒരു ഫോർമാറ്റ് സ്പെസിമെൻ നമുക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉള്ളതുപോലെ പെൻസിലിന്റെ അലർജിയാണ് അല്ലെ, പെൻസിലിൻ കണ്ടന്റിന്റെ ആ പെൻസിലിൻ ഉള്ള ഒരു എന്താ പറയാ മെഡിസിൻ ആണ്, അതിന് അലർജിക് ആണെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ചിലർക്ക് അത് ഇടയിൽ വെച്ച് വരുന്നതാ, എല്ലായ്പ്പോഴും വരുന്നതല്ല. അതിന്റെ ഡോസ് കഴിക്കാൻ പാടില്ല, ഒട്ടും തന്നെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു ഫോർമാറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്
ഇന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞതോ ഇതാണോ? മക്കളെ ഏതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കോ ആരെങ്കിലും? ലക്ഷ്യനക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ല. ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യോ? ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും നമ്മൾ കൂടെ ആണ് എടുത്തത്. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, ഞാനത് അവര് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ലാർജ് ചെയ്തതാണ് കേട്ടോ. കിട്ടിയോ നോക്ക. ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ അവർ പറഞ്ഞേക്കണ്ട. ഓക്കെ, അതായത് ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ കൊണ്ട് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, വെരി ഗുഡ് ദിശ, അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇല്ലേ നമ്മളിങ്ങനെ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതിന്റെ കുറെ അഡ്വാൻറ്റേജസ്, കുറെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ കോമൺ ആയിട്ട് അതിന്റെ പ്രവർത്തനം എന്താണ് അല്ലെ? അപ്പൊ നമ്മളുടെ റെക്കോർഡുകൾ ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ അത് റിസർച്ച് സ്റ്റഡീസിന്, ഫിസിഷ്യൻസിന് ഡിസിഷൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ സഹായിക്കുന്നത്. വീണ്ടും മറ്റൊരു രീതിയും പറഞ്ഞു, ഒരു റിമൈൻഡർ ആണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ് റിഗാർഡിങ് സം അലർജി. അതായത് ഏതെങ്കിലും പേഷ്യന്റിന് എന്തെങ്കിലും മെഡിസിൻസിനോടുള്ള അലർജി, അല്ലെങ്കിൽ രണ്ട് മെഡിസിൻസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അലർജി, ഓക്കെ, അതൊക്കെ റിമൈൻഡറുകളാണ്. അതിനും നമ്മുടെ EHR സഹായിക്കുന്നുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ യൂസ് ഓഫ് EHR, നമ്മുടെ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അത്തരം ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ അത് എന്താ പറയാ, പല നേട്ടങ്ങൾ, പല ഔട്ട്കംസ്, പല നല്ല റിസൾട്ടുകൾ ടു ഇംപ്രൂവ് ദ നേഷന്റെ ഹെൽത്ത് റിസൾട്ട്, അതായത് നമ്മുടെ നാടിന്റെ ഹെൽത്ത് റിസൾട്ടുകളൊക്കെ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മുടെ EHR. അതിന്റെ സഹായിക്കുന്ന കുറച്ച് പോയിന്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇംപ്രൂവ് ഹെൽത്ത് കെയർ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിഷ്യൻസി. അവിടെ വരെ മതി കേട്ടോ. രണ്ടാമത്തെ പോയിന്റിന്റെ ഇംപ്രൂവ് ഹെൽത്ത് കെയർ ക്വാളിറ്റി, നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഹെൽത്ത് സേഫ്റ്റി ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി, നമ്മുടെ ഓരോ പേഷ്യൻസിന്റെയും എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. അതാണ് നല്ല കാര്യക്ഷമതയായിട്ടുള്ള ആളുകളാക്കി മാറ്റുക. മരുന്നൊക്കെ കൊടുത്ത്, കെയറിംഗ് ഒക്കെ കൊടുത്ത്, ഓക്കെ, അവരെ കൂടുതൽ സേഫ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം. എഫിഷ്യൻസി വരെ മതി. ഈ ആൻഡ് റെഡ്യൂസ്ഡ് ഹെൽത്ത് എന്നുള്ളത് വേണ്ട, അത് വിട്ടേ. ഓക്കെ, അതൊന്നാമത്തെ. അപ്പൊ നമ്മുടെ നേഷന്റെ ഹെൽത്ത് കെയറിന്, ഒരു നാടിന്റെ, അതായത് എനിക്ക് എന്റെ അറിവ് മാത്രം നന്നായി മതി എന്നല്ല ഇവർ ഉദ്ദേശിക്കുന്നത്, ഓവറോൾ അതൊരു ഇക്കോണമിയുടെ, ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാടിന്റെ അവിടെയുള്ള ആളുകളുടെ എല്ലാം ഹെൽത്ത് കെയറിന് പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് സേഫ് ആക്കുക, അവരുടെ ഹെൽത്ത് സേഫ് ആക്കുക, ഓക്കെ, അവർക്ക് ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ EHRന്റെ ഒരു എന്താ പറയാ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള EHRന്റെ യൂസ് ആണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഇതെല്ലാം ഇങ്ങനെയുള്ള റെക്കോർഡുകളിൽ നിന്ന് നോക്കി മനസ്സിലാക്കി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെന്താ, എൻഗേജ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ഇൻ ദ ഹെൽത്ത് കെയർ. ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ എന്ത് ചെയ്യുക, പേഷ്യൻസിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തുക. ഇന്ന രോഗമാണ്, അപ്പൊ ഈ രോഗം ചിലപ്പോൾ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളുള്ള രോഗമാണെങ്കിൽ അത് ഫാമിലി മെമ്പേഴ്സിനെ കൂടി പറഞ്ഞാൽ. കാരണം ഒരു വീട്ടില് ഒരാൾക്ക് രോഗം വന്നാൽ അവരെ നമ്മൾ സേഫ് ആക്കുക, അവർക്ക് വേണ്ട കെയറിംഗ് ഒക്കെ അവരെ ഐസോലേറ്റ് ചെയ്തൊക്കെ കൊടുക്കുക. ചില സ്പ്രെഡ് ചെയ്യുന്ന രോഗമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ. രോഗമല്ലേ എന്റെ പക്ഷെ അത് ഒരാൾക്ക് വരുന്നതും ആ വീട്ടിലുള്ള എല്ലാവർക്കും വരുന്നതും ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലേ. എല്ലാവർക്കും കൂടി സ്പ്രെഡ് ചെയ്താൽ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് അത് പോകും. ഒരാൾ പോലും നോക്കാനില്ലാത്ത അവസ്ഥ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനും ഫാമിലീസിനെ ഒക്കെ അതിനെ കുറിച്ചിട്ട് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക, ഇൻവോൾവ് ആക്കുക. ഓക്കെ, ദെൻ ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. കെയർ നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടി, നമ്മുടെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, അല്ല, ഇംപ്രൂവ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇംപ്രൂവ് പോപ്പുലേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, പൊതുജനങ്ങളുടെ ആരോഗ്യം, അതുപോലെ തന്നെ പോപ്പുലേഷൻ, ജനസംഖ്യ, ജനങ്ങളുടെ ആരോഗ്യം, ഇതൊക്കെ ഇംപ്രൂവ് ആക്കുക. എൻഷുവർ ആഡക്വേറ്റ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഴ്സണൽ ഹെൽത്ത് ഇൻഫർമേഷൻ. വ്യക്തിപരമായിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻസ് ഒക്കെ അതെന്ത് ചെയ്യുക, അത് നമുക്ക് ആവശ്യത്തിന് സുരക്ഷിതത്വത്തോടെ, ആവശ്യത്തിന് സ്വകാര്യതയോടെ തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് ഇപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, മറ്റുള്ളവരെ അറിയിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എങ്കിൽ അതിന്റെ ആ ഒരു ഭദ്രത, അതിന്റെ സുരക്ഷിതത്വം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്വകാര്യത അത് ഉറപ്പുവരുത്തണം. ഓക്കെ,
ഇതൊക്കെ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ നല്ല ഒരു ഹെൽത്ത് റെക്കോർഡുകൾ നമ്മുടെ ദേശീയ നല്ല രീതിയിലുള്ള റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ചില പോയിന്റുകളാണ് ആ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഈ റെക്കോർഡുകളൊക്കെ സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് മറ്റുള്ളവരെ ആരും അറിയാതെ സ്വകാര്യതയോടെ സൂക്ഷിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ വേണ്ടതാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം. ചില ക്ലിനിഷ്യൻസിന്റെ ഡോക്ടേഴ്സിന്റെ ഒക്കെ അഭിപ്രായ പ്രകാരം അവരുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിക്വസ്റ്റോടുകൂടി പേഷ്യന്റിന്റെ സമ്മതത്തോടു കൂടി കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ. അപ്പൊ എല്ലാത്തിനാണെങ്കിലും ഏത് രീതിയിലാണ് അതിൻ്റെതായ ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുക. അതാണ് നമ്മളുടെ നേഷൻസ് ഹെൽത്ത് ഔട്ട്കം റിസൾട്ടിന് വേണ്ടിയിട്ട് EHR എങ്ങനെ ഉപയോഗിക്കുന്നു, EHR ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ആണ്. Once again, improve health care quality, safety and efficiency, engage patients and family in their health care, improve care coordination, improve population and public health, and also ensure adequate privacy and security of personal health information. That's it. അത്രയേ ഉള്ളൂ. 5 പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്തേക്കാം. യൂസ് ഓഫ് EHR ടെക്നോളജി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യും. യൂസ് ഓഫ് EHR ടെക്നോളജി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ട് 5 പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ, EHR പോളിസി ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചില അതിൽ ആ ഒരു ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് കൊടുത്തിരിക്കുന്നത്. 5 പോയിന്റ് ക്ലിയർ ആയാലോ? റെഡ്യൂസ് ഹെൽത്ത് എന്നുള്ളത് വെട്ടിയേക്കാതെ വേണ്ട. ഇനി ഈ പറയുന്ന ഇതിന്റെ ഇഷ്യൂസും ചാലഞ്ചസും അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അതുപോലെ തന്നെ കുറച്ച് ഉള്ളൂ നാളത്തെ ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഒരുമിച്ച് ഞങ്ങൾ പറഞ്ഞു പോകുള്ളൂ. ബിക്കോസ് നമുക്ക് ഇത് അത്ര വലിയ ഡീപ്പായിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയാനില്ല. ഉണ്ടെങ്കിൽ തന്നെ അതാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി തന്നത്. ഓക്കെ അല്ലേ എല്ലാവരും? ആ ഒരു ക്വസ്റ്റ്യൻ ആരോ ആ കുട്ടിക്ക് അത് നിഷാന്ന് ടൈപ്പ് ചെയ്തോ ഷെയർ ചെയ്ത് കൊടുക്കണേ ഗ്രൂപ്പില്. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എഴുതി എടുത്തോ വേണമെങ്കിൽ. ഉണ്ടെങ്കിൽ അതൊന്ന് എല്ലാം കൂടി വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോ നിങ്ങളുടെ ഗ്രൂപ്പില്. അപ്പൊ ആരെങ്കിലും ഇപ്പൊ കയറാൻ വൈകിപ്പോയവരോ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ നാളത്തേക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒന്ന് എഴുതിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ലേറ്റ് ആയിട്ട് കയറിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കുക. ആൻസർ കണ്ടുപിടിച്ചിട്ട് നാളത്തെ ക്ലാസ്സിൽ കാണാം. നാളത്തെ ക്ലാസ് കൊണ്ട് ഞാൻ മിക്കവാറും ഇത് ഈ ചാപ്റ്റർ തീർക്കും കേട്ടോ. കാരണം അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മാത്രമേ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, സോ സീ യു ടുമാറോ. നാളെ കാണാട്ടാ. ഓക്കെ ബൈ. ടീച്ചർ വരെ. ടീച്ചറിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ പെട്ടെന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടിയിരുന്നു. വാഹിദ മിസ്സിന്റെ കൊച്ചിന് വയ്യാത്തത് കൊണ്ട് ടീച്ചറിന്റെ ലീവാണ്. അപ്പൊ നമുക്ക് വേറെ രീതിയിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം കയറിയത്. ഓക്കെ, സീ യു. താങ്ക് യു.